ജോഷി മികച്ച ഡയറക്ടറായ കാലത്ത് ഒരു പയ്യൻ കഥ പറയണം എന്ന് പറഞ്ഞു വന്നു. പൊതുവെ പുതുമുഖ എഴുത്തുകാരെ അടുപ്പിക്കാത്ത ജോഷി മാറി നടന്നു. അവസാനം ജോഷിയുടെ ഫ്രണ്ട്സ് നിർബന്ധിച്ച് കഥ കേൾക്കാൻ പറഞ്ഞു. ചുമ്മാ കഥ കേൾക്കാം എന്ന് വിചാരിച്ച് ജോഷി അയാളോട് സിനിമ സെറ്റിലേക്ക് വരാൻ പറഞ്ഞു. ചെറിയ ബ്രേക്ക് വരുമ്പോൾ കഥ കേട്ട് പറഞ്ഞു വിടാം എന്നാണ് വിചാരിച്ചത്. അങ്ങനെ സിനിമയുടെ ബ്രേക്കിൽ അയാളോട് കഥ പറയാൻ വരാൻ പറഞ്ഞു. അവൻ വന്നു, കഥ പറയാൻ തുടങ്ങി. കുറച്ച് കേട്ട് ഒഴിവാക്കാം എന്ന് വിചാരിച്ച് കഥ കേട്ട ജോഷിക്ക് മനസ്സിലായി വന്ന പയ്യന്റെ കയ്യിലുള്ളത് വെറും തട്ടിക്കൂട്ട് പടമൊന്നും അല്ലെന്ന്. അപ്പോൾ തന്നെ ജോഷി പടം പാക്കപ്പ് പറഞ്ഞു. എന്നിട്ട് കഥ മുഴുവൻ കേട്ടു. എന്നിട്ട് ആ കഥ തന്നെ അടുത്ത സിനിമയാക്കി. അന്നത്തെ മികച്ച വിജയമായിരുന്നു നിറക്കൂട്ട് എന്ന ആ സിനിമ. അന്ന് കഥ പറയാൻ വന്ന ആ പയ്യനായിരുന്നു വേറെ ആരുമല്ല, ഡെന്നീസ് ജോസഫ്. മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരെ സൂപ്പർ സ്റ്റാർ ആക്കിയ എഴുത്തുകാരൻ. തുടക്കത്തിൽ പൈങ്കിളി സിനിമകൾ എടുത്തു നടന്ന SN സ്വാമിയെ വരെ ത്രില്ലർ എഴുതാൻ പഠിപ്പിച്ച ആളാണ് ഈ ഡെന്നീസ് ജോസഫ്. മോഹൻലാലിനെ ലാലേട്ടൻ എന്ന സൂപ്പർ സ്റ്റാർ ആക്കിയതിന് പിന്നിൽ ഡെന്നീസ് ജോസഫിന്റെ പങ്ക് ചെറുതൊന്നുമല്ല. ആ സംഭവത്തിന്റെ പിന്നിലുള്ള കഥയും വളരെ രസമാണ്. സംവിധായകൻ തമ്പി കണ്ണന്താനത്തിന്റെ ചില സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ ഡെന്നീസ് ജോസഫിനെ കൊണ്ട് രാജാവിന്റെ മകന്റെ കഥ എഴുതിച്ചതിന് ശേഷം മമ്മൂട്ടിയോട് കഥ പറഞ്ഞു. തുടർ പരാജയങ്ങൾ ഉണ്ടായതുകൊണ്ട് തമ്പി കണ്ണന്താനത്തിന്റെ സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കാൻ തയ്യാറായില്ല. ഇതറിഞ്ഞ് തമ്പി കണ്ണന്താനത്തിന് നല്ലപോലെ ദേഷ്യം വരികയും ഇനി എന്ത് വന്നാലും മമ്മൂട്ടിയെ കൊണ്ട് ഈ പടം ചെയ്യിക്കുന്നില്ല എന്ന് തന്നെ തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ ഗോൾഡൻ ചാൻസ് വേറെ ആർക്കുമല്ല, നമ്മുടെ ലാലേട്ടനെ തേടി എത്തുന്നത്. വിൻസെന്റ് തോമസ്, ഐ ആം എ പ്രിൻസ്, അണ്ടർവേൾഡ് പ്രിൻസ്, അധോലോകങ്ങളുടെ രാജകുമാരൻ. രാജാവിന്റെ മകന്റെ വിജയത്തോടുകൂടി മോഹൻലാലിന്റെ താരപദവി വളരെയധികം ഉയർന്നു. ഇതുപോലെ തന്നെ അപ്പു, അഥർവം, നമ്പർ 20, മദ്രാസ് മെയിൽ, കോട്ടയം കുഞ്ഞച്ചൻ, ഇന്ദ്രജാലം, ആകാശദൂത് അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഹിറ്റുകളുമായിട്ട് ഡെന്നീസ് ജോസഫിന്റെ എഴുത്ത് തുടർന്നുകൊണ്ടേയിരുന്നു. 2021 മെയ് 10 ഡെന്നീസ് ജോസഫ് നമ്മളോട് വിട പറഞ്ഞു പോയെങ്കിലും ഇതിനോളം കിടപിടിക്കുന്ന എഴുത്തുമായി പുതിയ ഒരാൾ ഇനി ജനിക്കേണ്ടിയിരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്, ട്രീ ഷെയ്ഡ്.